Welcome to the Crochet Baby, your go-to destination for all things crochet. അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ക്രോഷറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ലിപ്പ് നോട്ട് പഠിക്കാൻ നോക്കാം. ഞാനിവിടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. 3 രീതിയിൽ സ്ലിപ്പ് നോട്ട് ഇടുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസ് യാണും 4.5 മില്ലിമീറ്റർ നീഡിലുമാണ് നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. യാണിൻ്റെ ഒരറ്റം തമ്പുകൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് യാണ് നമ്മുടെ 2 വിരലിന് ക്രോസ് ആയിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കാം. യാണിൻ്റെ മറ്റേ അറ്റം നമ്മൾ മറ്റേ വിരൽ കൊണ്ട് റിംഗ് ഫിംഗർ കൊണ്ടും ടൈറ്റായിട്ടും നമ്മൾ ഹുക്ക് ഇൻവേർട്ടഡ് പൊസിഷനിൽ ഫ്രണ്ട് പോർഷനിലൂടെ നമ്മൾ എൻറ്റർ ചെയ്തിട്ട് സെക്കൻഡ് ബാക്ക് യാണ് നമ്മൾ ഗ്രാബ് ചെയ്തെടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഗ്രാബ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ 2 വിരലും ലൂപ്പിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മൾ 2 ഫിംഗറിൻ്റെ ഇടയിലൂടെ അത് ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ഫ്രണ്ട് ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്തു. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഹുക്ക് ബാക്കിയാണ് ഗ്രാബ് ചെയ്തെടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മെത്തേഡിൽ നമ്മൾ ഒറ്റ വിരൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒറ്റ വിരലിൻ്റെ ചുറ്റുമായിട്ട് യാണ് ക്രോസ് ആയിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് മെത്തേഡിലെ പോലെ തന്നെ ഫ്രണ്ടിലത്തെ യാണിൻ്റെ താഴെ കൂടെ നീഡിൽ ഇൻവേർട്ടഡ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് സെക്കൻഡ് യാണ് ഗ്രാബ് ചെയ്തെടുക്കുക. വിരൽ റിമൂവ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ സെക്കൻഡ് മെത്തേഡ്. ഇനി നമ്മൾ തേർഡ് മെത്തേഡാണ് നോക്കുന്നത്. തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സാധാരണ ഒരു നോട്ട് ഇടുന്ന പോലെ. നമ്മൾ നോട്ട് ഇടുന്ന ടൈമിൽ നമ്മൾ മൊത്തമായിട്ട് ആ യാണിൻ്റെ എൻഡ് പോർഷൻ പുറത്തെടുക്കും. അങ്ങനെയല്ലാതെ ഞാനിതൊന്ന് അഴിച്ചിട്ട് കാണിക്കാം. നമ്മൾ ജസ്റ്റ് അതിൻ്റെ എൻഡ് പോർഷൻ പുറത്ത് വരാണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് സ്ലിപ്പ് നോട്ട് കിട്ടുന്നത്. നമുക്കിതൊന്ന് അഴിച്ചിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് നോക്കാം. നമ്മൾ ജസ്റ്റ് റൗണ്ട് ഉണ്ടാക്കുന്നു. അതിൻ്റെ ഉള്ളിലൂടെ ആ പോർഷൻ വലിച്ചു കൊടുക്കുന്ന ടൈമിൽ മൊത്തമായിട്ട് വലിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു കെട്ടായിട്ട് മാറും. മൊത്തമായിട്ട് വലിക്കാതെ ആ എൻഡ് പോർഷനും കൂടെ ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് നോട്ട് കിട്ടും. അതാണ് സ്ലിപ്പ് നോട്ട്. നമുക്ക് ഈ 3 മെത്തേഡും ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 വിരലിൻ്റെ ചുറ്റോളം ക്രോസ് ആയിട്ട് ആദ്യം തമ്പുകൊണ്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് 2 വിരലിൻ്റെ ചുറ്റോളം ക്രോസ് ആയിട്ട് പിടിച്ചിട്ട് അതിൻ്റെ എൻഡ് പോർഷനും കൂടെ നമ്മൾ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹുക്ക് ഇൻവേർട്ടഡ് പൊസിഷനിൽ ഫസ്റ്റ് ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്യുക. സെക്കൻഡ് യാണ് ഗ്രാബ് ചെയ്തെടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഫസ്റ്റ് മെത്തേഡ്. നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. സെക്കൻഡ് മെത്തേഡ് സെയിം ഫസ്റ്റ് മെത്തേഡ് പോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ ഒറ്റ വിരലിലാണ് ചുറ്റി കൊടുക്കുന്നത്. ഈ ഒറ്റ വിരലിൽ ചുറ്റിയതിന് ശേഷം അപ്പോൾ നമ്മളൊന്ന് ലൂസായിട്ട് ചുറ്റി കൊടുക്കുക. എന്നാൽ നമ്മളുടെ ഈ ഒരു ഹുക്ക് ഇൻസേർട്ട് ആവാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ബാക്ക് ലൂപ്പ് ഗ്രാബ് ചെയ്തെടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ഇനി നമ്മൾ തേർഡ് മെത്തേഡാണ് നോക്കുന്നത്. തേർഡ് മെത്തേഡ് സാധാരണ നമ്മളൊരു കെട്ടിടുന്ന പോലെ തന്നെ യാണ് ജസ്റ്റ് കെട്ടാക്കിയിട്ട് പിടിച്ചു കൊടുക്കുക. അതായത് ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് യാണിൻ്റെ ഒരു എൻഡ് വലിച്ചു കൊടുക്കുക. വലിക്കുന്ന ടൈമിൽ നമ്മൾ യാണിൻ്റെ 2 എൻഡും ഹോൾഡ് ചെയ്ത് കൊടുക്കുക. അത് എൻഡ് ആ ഒരു ഹോളിലൂടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് നോട്ടായിട്ട് മാറും. നമ്മൾ റൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം യാണ് ആ ഒരു നോട്ടിലൂടെ വലിക്കുന്ന ടൈമിൽ 2 എൻഡും ഹോൾഡ് ചെയ്ത് കൊടുക്കുക. 2 എൻഡും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് കിട്ടും. അല്ലെങ്കിൽ അതൊരൊറ്റ കെട്ട് മാത്രമായിട്ട് മാറും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബായ്.